നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണത്തിൽ സാംസ്കാരിക വകുപ്പിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണവുമായിട്ട് നടൻ ഷമ്മി തിലകൻ. പരിപാടി കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് പരിപാടിയിലേക്കുള്ള ക്ഷണക്കത്ത് തനിക്ക് എത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങൾ ഉയരുന്നത്. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണക്കത്ത് ലഭിച്ചത് പരിപാടി കഴിഞ്ഞ് 4 ദിവസമാണ് എന്ന തെളിവ് സഹിതം അദ്ദേഹം പുറത്തുവിടുന്നു. വകുപ്പിന്റെ സമയനിഷ്ഠമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കാണേണ്ടത് എന്ന് ഷമ്മി തിലകൻ തന്നെ ജനങ്ങളോട് ചോദിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ വകുപ്പിന്റെ സമയനിഷ്ഠമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചാണ് രംഗത്ത് വരുന്നത്. ജനുവരി 25-നാണ് 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം നടക്കുന്നത്. ആ സമയത്ത് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്തു. മമ്മൂട്ടി, ടൊവിനോ തോമസ്, ആസിഫ് അലി, വേടൻ, ഷംല ഹംസ, അതുപോലെ തന്നെ ലിജോ മോൾ ജോസ്, ജ്യോതിർമയി, സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ, ചിദംബരം, ഫാസിൽ മുഹമ്മദ്, സുഷിൻ ശ്യാം, സമീറ സനീഷ്, സയനോര ഫിലിപ്പ് തുടങ്ങിയ 51 ചലച്ചിത്ര പ്രതിഭകൾക്ക് മുഖ്യമന്ത്രി അവാർഡുകൾ സമ്മാനിക്കുന്നതായിരുന്നു പരിപാടി. സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള JC ഡാനിയൽ പുരസ്കാരം അനുഗ്രഹീതനായിട്ടുള്ള അഭിനേത്രി ശാരദയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചതടക്കം നമ്മൾ കണ്ടു. എന്നാൽ ഇത്തരമൊരു പരിപാടിയിലേക്കുള്ള ക്ഷണക്കത്താണ് പരിപാടി കഴിഞ്ഞ 4 ദിവസത്തിന് ശേഷം ഷമ്മി തിലകൻ എന്ന നടന്റെ അരിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. എന്തായാലും ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടൻ ഷമ്മി തിലകൻ കുറിച്ചിരിക്കുന്ന കുറിപ്പ്, ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: സമയം കഴിഞ്ഞെത്തിയ മഹനീയ സാന്നിധ്യം. സംഭവം കൗതുകകരമാണ്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നു. ജനുവരി 25-ന് ഞായറാഴ്ചയാണ് വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷമായി തന്നെ ഈ പരിപാടി നടന്നു കഴിഞ്ഞത്. പക്ഷേ എന്റെ മഹനീയ സാന്നിധ്യം അവിടെ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അക്കാദമിയുടെ സ്നേഹനിർഭരമായിട്ടുള്ള ക്ഷണക്കത്ത് എന്റെ കൈകളിൽ എത്തുന്നത് ഇന്നാണ്. അതായത് ജനുവരി 29 വ്യാഴാഴ്ച വൈകുന്നേരം 5:30. അതായത് അവാർഡ് വാങ്ങിയവരും കൊടുത്തവരും വീട്ടിൽ പോയി 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കത്ത് തന്നിലേക്ക് എത്തിയതെന്ന് ചുരുക്കം. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് ഒരു കൊറിയർ എത്താൻ 4 ദിവസം പിടിക്കില്ലെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ചടങ്ങ് കഴിഞ്ഞ് 26-നോ 27-നോ കത്തയച്ച സാംസ്കാരിക വകുപ്പിന്റെ ആ സമയനിഷ്ഠതയെ എങ്ങനെയാണ് പ്രശംസിക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിനെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അനാസ്ഥ എന്നോ കൊറിയർ കമ്പനിയുടെ കുറ്റമെന്നോ ആരോപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇതിലെ ആർട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ചില നിരീക്ഷണങ്ങളാണ്. വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോകുന്നത് നമ്മുടെ ശീലമല്ല എന്നത് മുൻകൂട്ടി കണ്ട് ചടങ്ങ് കഴിഞ്ഞ് മാത്രം വിളിക്കുന്ന ഈ അഡ്വാൻസ്ഡ് ബുദ്ധിയെ സമ്മതിച്ചത് തന്നെ പറ്റൂ. സമയമെന്ന മഹാപ്രവാഹത്തിന് തടയിടാൻ ആർക്കും കഴിയില്ല എന്ന വലിയ തത്വം ചലച്ചിത്ര അക്കാദമി എന്നെ ഓർമ്മിപ്പിക്കുകയാണോ? അതോ ചരിത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നതിനേക്കാൾ നല്ലത് അത് ചരിത്രമായ ശേഷം ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുന്നതാണോ? പരാതികളില്ല, പരിഭവങ്ങളുമില്ല. പക്ഷേ ഒരു ചെറിയ സംശയം മാത്രം ബാക്കി നിൽക്കുന്നു. അടുത്ത വർഷത്തെ അവാർഡ് ദാന ചടങ്ങിനുള്ള ക്ഷണം കൂടി ഇപ്പോഴേ അയച്ചുവിട്ടാൽ ഒരുപക്ഷെ ചടങ്ങ് കഴിയുന്നതിന് മുൻപെങ്കിലും അതെന്റെ കയ്യിൽ കിട്ടുമായിരുന്നല്ലോ. സാംസ്കാരിക കേരളമേ, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? അതോ കണ്ണു തുറക്കാൻ ഇനിയും കൊറിയർ വരേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഷമ്മി തിലകൻ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു വിഷയം കൂടെ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അവാർഡ് ദാന ചടങ്ങുമായി ബന്ധപ്പെട്ട ആ സമയത്ത് നടിയായിട്ടുള്ള അഹാന കൃഷ്ണ, BJP നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ മൂത്ത മകൾ അഹാന കൃഷ്ണ നൽകിയിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് അത്തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത്. അതായത് തിരുവനന്തപുരത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചലച്ചിത്ര പുരസ്കാര സമർപ്പണ വേദിയിലെ ഇരിപ്പിട ക്രമീകരണത്തെ കുറിച്ചായിരുന്നു അഹാനയുടെ പ്രതികരണം അല്ലെങ്കിൽ നിരീക്ഷണം. പുരസ്കാര ജേതാക്കളായിട്ടുള്ള പുരുഷന്മാരെ 1-ാം നിരയിലും സ്ത്രീകളെ 2-ാം നിരയിലും ഇരുത്തിയതിലെ അസ്വാഭാവികത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഹാന രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ചുള്ള തന്റെ അഭിപ്രായങ്ങളും സംശയങ്ങളും അഹാന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പങ്കുവയ്ക്കുകയായിരുന്നു. വേദിയിൽ നിന്നുള്ള വീഡിയോ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചാണ് നടി തന്റെ പ്രധാനപ്പെട്ട വിയോജിപ്പ് തുറന്നു പറഞ്ഞത്. സ്ത്രീകളെല്ലാം 2-ാം നിരയിലായപ്പോൾ വെറും ആകസ്മികമായിരിക്കുന്ന ഒരു രീതിയാണോ ഇത് എന്നും അത് തന്നെ അലോസരപ്പെടുത്തുന്ന ചിന്ത പങ്കുവയ്ക്കാതിരിക്കാൻ തനിക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അഹാനയുടെ കുറിപ്പ്.
എല്ലാം വളരെ ഭംഗിയായി തന്നെ നടന്നിട്ടുണ്ട്. പുരസ്കാര ജേതാക്കളുടെ നേട്ടത്തിൽ അതിയായ സന്തോഷവുമുണ്ട്. എങ്കിലും ആ വീഡിയോ കണ്ടപ്പോൾ, അവിടെ വിജയികളുടെ ഇരിപ്പിടം ക്രമീകരിച്ച രീതി കണ്ടപ്പോൾ മനസ്സിന് ചെറിയൊരു അസ്വസ്ഥത തോന്നി എന്നുള്ളതാണ് വസ്തുത. സ്ത്രീകളെല്ലാം ഒന്നാം നിരയിൽ ഇരിക്കാത്തത് വെറും ആകസ്മികമായിരുന്നു. അവരിൽ പലരും മുൻനിരയിൽ ഇരിക്കേണ്ടവരായിരുന്നു. ഇത് ഇവിടെ പറയണമെന്ന് കരുതിയതല്ല, എങ്കിലും എന്നെ അലോസരപ്പെടുത്തുന്ന ചിന്ത പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു അഹാനയുടെ കുറിപ്പ്. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത്. പ്രത്യേക ജൂറി പരാമർശം നേടിയ ആസിഫ് അലി, ടൊവിനോ തോമസ്, മികച്ച സംവിധായകനായ ചിദംബരം, മികച്ച നടി ഷംല ഹംസ ഉൾപ്പെടെയുള്ളവർ മുൻനിരയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത ഒരു നിരയായി മുൻനിര മാറ്റുന്നുണ്ടോ സർക്കാർ എന്നുള്ള സംശയം ഉന്നയിച്ചുകൊണ്ട് അഹാനയും രംഗത്തെത്തുന്നത്. എന്തായാലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം അത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആരെയാണോ ഇത്തരത്തിൽ വലിയ രീതിയിൽ സർക്കാർ അംഗീകരിക്കേണ്ടുന്നത് അവരെ തന്നെ മനഃപൂർവ്വം അപമാനിക്കുന്ന തരത്തിലാണോ സർക്കാരിന്റെ നയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സംശയം ഇത്തരത്തിൽ ഓരോ പ്രതികരണങ്ങൾ വരുന്നതോടുകൂടെ ജനങ്ങൾക്കിടയിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പിണറായി സർക്കാരിനെതിരെ ഈ ഒരു ചലച്ചിത്ര അവാർഡ് വിതരണ പരിപാടിയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്.